അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൃഷ്ടാവിന്റെ ദൃഷ്ടാന്തം നമുക്ക് മനസ്സിലാക്കും വിധം വ്യക്തമാക്കി തരുന്നു. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കല്? നമ്മുടെ എല്ലാ കാര്യങ്ങളും സൃഷ്ടാവ് കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള തെളിവുകളായിരിക്കും. കാര്യം തന്നെയാണ് അധ്യായം 41 ഫുസ്സിലത്തിലെ 53ാമത്തെ സൂക്തം പറയുന്നത്. ഈ ഖുർആൻ സത്യമാണെന്ന് അവർക്ക് വ്യക്തമാക്കത്തക്കവണ്ണം വിവിധ ദിക്കുകളിലും അവരിൽ തന്നെയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വഴിയെ നാം അവർക്ക് കാണിച്ചു കൊടുക്കുന്നതാണ്. നിന്റെ രക്ഷിതാവ് ഏത് കാര്യത്തിനും സാക്ഷിയാണ് എന്നത് തന്നെ മതിയായതല്ലേ? തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തവനാവുന്നു. അപ്പോൾ നിന്റെ രക്ഷിതാവ് എല്ലാ കാര്യത്തിനും സാക്ഷിയാണ് എന്ന ദൃഷ്ടാന്തം തന്നെ മതിയായതല്ലേ എന്ന്. അപ്പോൾ സൃഷ്ടാവ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, സൃഷ്ടാവിന്റെ കൈകളെന്ന അംശം വഴി എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായും അവൻ ഏതൊരു വസ്തുവിനെയും വലയം ചെയ്തിട്ടുള്ളവനാവുന്നു. അപ്പൊ നമുക്ക് ചുറ്റില് സൃഷ്ടാവ് വലയം ചെയ്യുന്നുണ്ട്. സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചുറ്റിലും നമ്മുടെ ശരീരത്തിലും ഒക്കെ സൃഷ്ടാവിന്റെ തെളിവുകളുണ്ട്. വിശുദ്ധ ഖുർആനിലേക്ക് പോയപ്പോൾ ആദ്യത്തെ തെളിവ് എനിക്ക് കിട്ടിയത് എൻ്റെ കൈകാലുകൾ അള്ളാഹുവിന്റെ നാമമാണ് എന്ന് മനസ്സിലാക്കിയ മുതൽ ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാൻ ശ്രമിച്ചപ്പോൾ ആദ്യത്തെ തെളിവ് എനിക്ക് കിട്ടിയത് ഈ ഫുസ്സിലത്ത് 41 53ാമത്തെ സൂക്തമായിരുന്നു. ഇതിനെപ്പറ്റി ആദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുമ്പോൾ എനിക്കൊരു ഭയം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ആത്മവിശ്വാസം ഇത് സത്യം തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ഞാൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ തെളിവുകൾ മറ്റ് മതഗ്രന്ഥങ്ങളിൽ നിന്നും കിട്ടിയത്. അപ്പോൾ എൻ്റെ ഊഹം ഒരിക്കലും തെറ്റില്ല എന്നുള്ള കാര്യത്തിൽ ഞാൻ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.